കർത്താവിന് മഹത്വം ഉണ്ടാകട്ടെ. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് ഒരുക്കുന്ന ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന വേദ പഠന പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ നാളുകളിൽ ഈ ബൈബിൾ ക്ലാസ്സുകൾ ഏവരുടെയും ആത്മീക ജീവിതത്തിൽ അനുഗ്രഹമായിരുന്നുവെന്ന് എളിയവർ മനസ്സിലാക്കുന്നു. തുടർന്നും ഈ പ്രോഗ്രാമുകൾ നിങ്ങളുടെ ആത്മീക ജീവിതത്തിൽ നിത്യതയ്ക്കായി ഒരുങ്ങുന്നതിന് കാരണമായി തീരട്ടെ എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ബരാക്ക ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് കഴിഞ്ഞ നാളുകളിൽ സുവിശേഷീകരണത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ പ്രവർത്തിക്കുന്നു. അതിനോടനുബന്ധിച്ച് ദി വേർഡ് ഓഫ് ട്രൂത്ത് എന്ന ഒരു ഉപദേശ പഠന പത്രിക ഞങ്ങൾ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു. ഇതിൻ്റെ സൗജന്യ വരിക്കാരായി തീരുവാൻ ആഗ്രഹിക്കുന്നവർ ഈ പ്രോഗ്രാമിൽ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ ബന്ധപ്പെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. തുടർന്ന് പ്രാർത്ഥനയോടെ ഈ ക്ലാസ്സുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ അതിപരിശുദ്ധ തിരുനാമം ഇന്നുവെന്നും എന്നേക്കും വാഴ്ത്തപ്പെടുമാറാകട്ടെ. ബഹുമാന്യരായ പ്രിയ സഹോദരങ്ങളെല്ലാവരുമേ, നിങ്ങളെല്ലാവർക്കും കർത്താവിൻ്റെ വന്യ തിരുനാമത്തിൽ ഹൃദയപൂർവ്വമായ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. റോമാലേഖനത്തെ അടിസ്ഥാനമാക്കി നാം ഈ ദിവസങ്ങളിൽ വചനം ചിന്തിക്കുകയാണല്ലോ. 11-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ഭാഗം നമ്മൾ ചിന്തിച്ചു. ദൈവം ഇസ്രായേലിനെ തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള ആ സത്യം നമ്മൾ മറക്കരുത്. ഇസ്രായേൽ എന്ന ഒരു ജനസമൂഹം ലോകത്തിൽ ഇല്ലായിരുന്നെങ്കിൽ സത്യദൈവത്തെക്കുറിച്ചുള്ള വെളിപ്പാട് പ്രാപിക്കുവാൻ മനുഷ്യവർഗത്തിന് ബുദ്ധിമുട്ടായിരുന്നേനെ. എന്നാൽ സകല മനുഷ്യവർഗത്തിൻ്റെ മുമ്പിൽ ജീവിക്കുന്ന ഒരു സാക്ഷ്യമായി ദൈവം ആ ജനസമൂഹത്തെ നിർത്തിയിരിക്കുക. ഒരു രാജ്യമെന്ന നിലയിൽ അവർ ചെയ്യുന്നതെല്ലാം എനിക്ക് അംഗീകരിക്കാനായിട്ട് ചിലപ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പൊതുവെ എടുക്കുമ്പോൾ അവരെ ദൈവം നിർത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെ സത്യദൈവം ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സാക്ഷ്യമാണ്. അതുകൊണ്ട് ദൈവം അവരെ തള്ളിക്കളഞ്ഞ, ദൈവം അവരെ ഒരു പ്രത്യേക ഉദ്ദേശത്തിന് തിരഞ്ഞെടുത്തതാണ്. പ്രത്യേക ഉദ്ദേശത്തിന് തിരഞ്ഞെടുത്തു എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. പാപപരിഹാരത്തിന് നീതിമാനും പരിശുദ്ധനുമായ ദൈവം നിയമിച്ചിരിക്കുന്ന ദൈവവ്യവസ്ഥകൾ അത് മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്ന വണ്ണം ദൈവത്തിൽ നിന്ന് ഏറ്റുവാങ്ങേണ്ടതിന് സകല മനുഷ്യവർഗത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിലാണ് ദൈവം ഇസ്രായേലിനെ തിരഞ്ഞെടുത്തത്. അവർക്ക് ദൈവം കൊടുത്ത പ്രമാണം, പാപപരിഹാരത്തിന് ദൈവം കൊടുത്ത പ്രമാണം, ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും എന്ന തലക്കെട്ടോടുകൂടി കൊടുത്ത ആ പ്രമാണം പാപപരിഹാരത്തിന് നിയമിക്കപ്പെട്ടതായിരുന്നു. ഇത് ചെയ്യുന്നവൻ ഇതിനാൽ ജീവിക്കും. എന്നിട്ട് മനുഷ്യനെ കൊണ്ട് അത് ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് മനുഷ്യവർഗത്തിന് മുഴുവനും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതിനാണ് അവരുടെ പരാജയം ദൈവം വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. അവർ ഈ പ്രമാണത്തിന് മുമ്പിൽ ബലഹീനരായിപ്പോയി. അവർ ബലഹീനരായപ്പോൾ സകല മനുഷ്യവർഗവും അതിനു മുമ്പിൽ ബലഹീനരായി. അതുകൊണ്ട് ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് പാപപരിഹാരത്തിനായുള്ള നമ്മുടെ സ്വയപരിശ്രമങ്ങളൊക്കെ ഉപേക്ഷിച്ച് നമ്മുടെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നോക്കണേ, ഇസ്രായേലിനെ ദൈവം മുഴുവൻ തള്ളിക്കളഞ്ഞിട്ടില്ല. ഏത് കാലഘട്ടത്തിലും ഒരു ശേഷിപ്പുണ്ട്. എ റെമനന്റ് റിമെയിൻസ്. ഒരു ശേഷിപ്പിനെ ദൈവം തിരഞ്ഞെടുത്തിട്ടുണ്ട്. ആ ശേഷിപ്പ് ഇന്നും ഇസ്രായേലിൽ തന്നെയുണ്ട്. 4 വസ്തുതകൾ ഇവിടെ 11-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞു നമ്മൾ കാണുകയുണ്ടായി. അതിലൊന്ന്, ഇന്നും ആയിരക്കണക്കിന് ആളുകൾ സത്യദൈവത്തെ സേവിക്കുന്ന മശിഹ എന്ന യേശുക്രിസ്തുവിനെ അംഗീകരിച്ചവർ ഇസ്രായേലിൽ ഇന്നും ജീവിക്കുന്നു. ദൈവസഭ എന്ന് പറയുന്നത് ഇതര ജനസമൂഹങ്ങളിൽ നിന്നും മാത്രമല്ല, ഇസ്രായേലിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട് ദൈവകൃപ അനുഭവിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ പ്രായശ്ചിത്ത ബലിമരണത്തിലുള്ള വിശ്വാസത്താലും സമ്പൂർണ്ണ സമർപ്പണത്താലും രൂപാന്തരം പ്രാപിച്ച് എല്ലാ കൂട്ടരും ഒരുമിച്ച് ഒരു ദേഹമെന്ന പോലെ ഒരുമിച്ച് ചേർന്ന സ്തോത്രം ഒരു പ്രത്യേക സമൂഹമാണ് ദൈവസഭ എന്ന് പറയുന്നത്. ഇത് പഴയ നിയമ തിരുവെഴുത്തിൽ തന്നെ ആവർത്തിച്ച് വ്യക്തമാക്കപ്പെട്ടിരുന്നു. സെക്കരിയ പ്രവാചകൻ്റെ പുസ്തകം അതിൻ്റെ 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, സെക്കരിയ പ്രവാചകൻ്റെ പുസ്തകം 2-ാമത്തെ അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ കാണുന്നു. 2:11, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. ഞാൻ നിൻ്റെ മധ്യേ വസിക്കും. സൈന്യങ്ങൾ യഹോവ എന്ന
സൈന്യങ്ങളുടെ യഹോവ എന്നെ നിൻ്റെ അടുക്കൽ അയച്ചിരിക്കുന്നു എന്ന് നീ അറിയുകയും ചെയ്യും. കണ്ടോ, അന്നാളിൽ പല ജാതികളും യഹോവയോട് ചേർന്ന് എനിക്ക് ജനമായി തീരും. പല ജാതികളും യഹോവയോട്, അപ്പോൾ യഹോവയോട് ചേർന്ന് ജനമായി തീരുമെന്നല്ലേ ഞങ്ങൾ യേശു ക്രിസ്തുവിലല്ലയോ വിശ്വസിക്കുന്നത്? അപ്പോൾ യഹോവയോട് ഞങ്ങൾക്ക് എന്നാ കാര്യം? അങ്ങനെ ചിലപ്പോൾ ചിന്തിച്ചേക്കുക. സഹോദരങ്ങളെ, ഈ യേശു ക്രിസ്തു പഴയ നിയമത്തിൽ യഹോവ എന്ന് വെളിപ്പെട്ടിരിക്കുന്ന ദൈവം തന്നെയാണ് പുതിയ നിയമത്തിൽ നമുക്ക് വേണ്ടി നമ്മളിലൊരുവനെ പോലെ നമുക്ക് ദൈവത്തെക്കുറിച്ചുള്ള ഉത്ബോധം വ്യക്തമാകേണ്ടതിന് യേശു ക്രിസ്തു എന്ന പേരിൽ ഇവിടെ വെളിപ്പെട്ടത്. യേശു എന്ന പേരിൻ്റെ ഒറിജിനൽ രൂപം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇത് മറക്കരുത്. യഹോശുവ എന്നാണ് യേശു എന്നുള്ളതിൻ്റെ ഒറിജിനൽ രൂപം. നമുക്കറിയാമല്ലോ, പറഞ്ഞൊരു പത്മനാഭൻ എന്ന് പറയും, പത്മനാഭൻ എന്ന് പറയും. പിന്നെ നമുക്കറിയാമല്ലോ, അങ്ങനെ പെട്ടെന്ന് നമ്മൾ പേരുകളൊക്കെ നമ്മൾ ലോപിപ്പിച്ച് പറയും. തന്നെയല്ല, നമ്മൾ ചിലപ്പം ഈ സ്നേഹം കൊണ്ട് തന്നെ ചിലപ്പം ഈ 2 വാക്ക് മാത്രം ചേർത്ത് പറയും. നമുക്കറിയാമല്ലോ, താമരാക്ഷൻ എന്ന് പറയണേ, താമരെ എന്ന് ചിലപ്പോൾ വിളിക്കും. അത് സ്നേഹം കൊണ്ട് ചിലപ്പോൾ നമ്മളങ്ങ് ലോപിപ്പിക്കുന്ന. അപ്പം ഈ പ്രോപ്പർ നെയിംസ്, പേരുകൾ പലപ്പോഴും ഷോർട്ടൻഡ് ആകും. അത് ചിലപ്പം അതിൻ്റെ ആ ഉച്ചാരണം തന്നെ വ്യത്യസ്തപ്പെട്ടത് വരും. അങ്ങനെ കാലാന്തരത്തിൽ മീൻസ് അത് ഒന്നും കൂടി ഉച്ചാരണക്ഷമമാകേണ്ടത് എന്ന് പറയാൻ എളുപ്പമാകേണ്ടതിന് യേശു എന്ന് ആയി യഹോശുവ. അത് പിന്നെ യോശുവ എന്നായി. അത് യോശുവ അത് പിന്നെ യേശു എന്നായി. അങ്ങനെയാണ്. യഹോശുവ എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം രക്ഷകനായ യഹോവ എന്നാണ്. രക്ഷകനായ യഹോവ, അല്ലെങ്കിൽ യഹോവ രക്ഷിക്കുന്നു. രക്ഷകനായ യഹോവ എന്ന് തന്നെയാണ് യേശു എന്ന വാക്കിൻ്റെ തന്നെ അർത്ഥം. പഴയ നിയമത്തിൽ യഹോവയായ ദൈവമാണ്, പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് ഇവിടെ വെളിപ്പെട്ടിരിക്കുന്നു. ത്രിയേക ദൈവത്തിൽ ഒരാളത്വമായവൻ മനുഷ്യനായി ഇവിടെ വന്നു. നിലനിൽപ്പിൽ ഒരുമിച്ചും ശുശ്രൂഷയിൽ സ്വതന്ത്രരുമാണല്ലോ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നിലനിൽപ്പിൽ ഒരുമിച്ച് എന്നുള്ളതുകൊണ്ട് അതാ കർത്താവ് തന്നെ പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവ് ഒന്നാകുന്നു. നോക്കണേ, അപ്പോൾ ത്രിയേക ദൈവത്തിൽ ഒരാളത്വമായവനാണ് യേശു പുത്രൻ തമ്പുരാൻ. കർത്താവ് നമുക്ക് വേണ്ടി നമ്മളിൽ ഒരുവനെ പോലെ ലോകത്തിൽ വെളിപ്പെട്ടു. ത്രിയേകത്വത്തിലെ ഒരാളത്വം ജഡമെടുത്ത് ലോകത്തിൽ വന്നവൻ. അതുകൊണ്ട് നിലനിൽപ്പിൽ ഒരുമിച്ച് എന്നുള്ള പ്രമാണപ്രകാരം, എന്നുള്ള അനുഭവപ്രകാരം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒരുമിച്ചുള്ള ഒരാളത്വം. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ടാമത്തെ ആളത്വം വേർതിരിക്കപ്പെട്ട്, അതാണ് ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ തന്നെത്താൻ ഒഴിച്ച് തന്നെത്താൻ താഴ്ത്തി മനുഷ്യനായി, ദ്വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി. ഓർത്ത് വെക്കണം. സ്തോത്രം. തന്നെത്താൻ താഴ്ത്തി മരണത്തോളം, ക്രൂശിലെ മരണത്തോളം, സ്തോത്രം, തന്നെ എളിമപ്പെടുത്തി നമുക്ക് വേണ്ടി. അപ്പോൾ യഹോവയായ ദൈവത്തോട് ചേർന്ന് വരുമെന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിൽ രക്ഷ പ്രാപിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സഖരിയ പറയുന്നത്. അന്നാളിൽ പല ജാതി യഹോവയോട് ചേർന്ന്, യഹോവയോ എനിക്ക് ജനമായി തീരും. ദൈവസഭയെക്കുറിച്ചുള്ള പ്രവചനമാണത്. സത്യദൈവമായ യഹോവയായ ദൈവം തന്നെ പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു എന്ന് വെളിപ്പെട്ടിരിക്കും നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യഹോവയായ ദൈവത്തെക്കുറിച്ച് നമുക്കറിയാമല്ലോ, പുറപ്പാട് പുസ്തകം 3-ാമത്തെ വാക്യത്തിൽ മോശ ദൈവത്തോട് ചോദിക്കുക, അവരെന്നോട് നിൻ്റെ പേരെന്നാന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്നാ പറഞ്ഞു? ഞാനാകുന്നു എന്നുള്ളത് നിന്നെ അവരുടെ അടുക്കൽ അയച്ചിരിക്കുന്നു, പറഞ്ഞേര്. ഞാനാകുന്നു. നോക്കണേ, അത് തന്നെയാണ് പുതിയ നിയമത്തിൽ വരുമ്പോൾ യേശു എപ്പോഴും ഞാനാകുന്നു എന്ന് പറയുക. മാത്രമല്ല, എബ്രായർ 13-ാം അധ്യായം നമ്മൾ വായിക്കുന്നു, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ, ഞാനാകുന്നു പറഞ്ഞാൽ മാറ്റമില്ലാത്തവനെന്നാണ്. സ്തോത്രം, ഹല്ലേലൂയ. അവൻ അനന്യനാണ്. യേശു ക്രിസ്തു അനന്യൻ എന്ന് പറഞ്ഞാൽ അന്യൻ, ഇപ്പോൾ ആരായിരിക്കും അതിൽ നിന്ന് അന്യനാകാത്തവൻ എന്നും ഒരു മാറ്റവും വരാത്തവൻ ആണ്. അനന്യനാണ്, മാറ്റം വരാത്തവനാണ്. സ്തോത്രം. സത്യദൈവമായവനാണ് യഹോവയായ ദൈവം തന്നെ. സ്തോത്രം. നമുക്ക് വേണ്ടി ദൈവം അപരിമിതനാണ്, ആത്മാവാണ്. അപരിമിതനായ ദൈവം അതിൽ ഒരാളത്വം പരിമിതനായി നമ്മുടെ നടുവിൽ അവൻ അപ്പോൾ തന്നെ ദൈവമാണ്. അവൻ തൻ്റെ ആ ദൈവിക പ്രഭാവങ്ങൾ ഉപയോഗിക്കുന്നില്ല. സർവജ്ഞാനിയായവൻ, എനിക്കറിയുന്നില്ല എന്ന പോലെ കർത്താവ് വെളിപ്പെടുകയാണ്. നിന്നെ തല്ലിതാരാന്ന് പറയുന്ന കണ്ണിത്തടിക്കുമ്പോൾ ഒന്നും അറിയാൻ മേലാത്തവനെ പോലെ, വായിൽ പ്രതിവാദമില്ലാത്തവനെ പോലെ നിൽക്കുക. സർവശക്തനായവൻ എൻ്റെ ശക്തി ഒട്ടുകഷ്ണം പോലെയായി എനിക്ക് ദാഹിക്കുന്നു. കുരിശെടുത്തോട് നടക്കാൻ മേലാത്ത പോലെ ക്ഷീണിതരായി.
ശിമിയോനെ സർവശക്തി ഉപയോഗിച്ചില്ല, സർവവ്യാപിത്വം ഉപയോഗിച്ചില്ല. ക്രൂശിൽ 3 ആണികളിൽ ഒതുങ്ങി, കന്യകയുടെ ഗർഭത്തിൽ ഒതുങ്ങി, ഒരു മീൻ വെള്ളത്തിൽ കിടന്നുറങ്ങി. നോക്കണേ, ഉപയോഗിച്ചില്ല. അവൻ അപ്പോൾ തന്നെ സർവജ്ഞാനിയും സർവശക്തനും സർവവ്യാപിയുമാണ്. സ്തോത്രം. എന്നാൽ നമുക്ക് വേണ്ടി ആ വെളിപ്പാടായി കർത്താവ് ഇവിടെ വരികയായിരുന്നു. സ്തോത്രം. മനുഷ്യനായി ഇവിടെ വരികയായിരുന്നു. അപ്പോൾ യഹോവയായ ദൈവം പല ജാതികളും പല ജനസമൂഹങ്ങളും ഇന്നും നോക്കുക, ലോകത്തിൽ അനേക ഭാഗങ്ങളിൽ നിന്ന് ആയിരക്കണക്കാണ് ജനസമൂഹം സത്യദൈവത്തിൽ വിശ്വസിച്ച് പാപപരിഹാരം പ്രാപിച്ച് പരിശുദ്ധ ദൈവമായുള്ള കൂട്ടായ്മയിൽ വന്നിരിക്കുകയാണ്. പ്രിയമുള്ളവരെ, സ്തോത്രം, വിശ്വസനീയവും യുക്തികരവും സ്തോത്രം എല്ലാവർക്കും അനുഭവിക്കുവാൻ പാകത്തിനുള്ളതുമായ ഏക പാപപരിഹാര മാർഗമാണ് യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. ആട്ടെ, തിരഞ്ഞെടുക്കപ്പെട്ടത് പ്രാപിച്ചു ശേഷമുള്ളവരോ കഠിനപ്പെട്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച് നിർത്തിയത് അവിടെയാണ്. കഠിന ഹൃദയന്മാരാകരുത്, മത്സരികളാകരുത്. ഇവിടെ നമ്മളെ തോറ്റുപോകും മത്സരിയുടെ മുമ്പിൽ. ഒരു കൊച്ചു കുഞ്ഞിനെ തന്നെ നിങ്ങളെടുത്ത് ഒരു മത്സരിക്കാൻ തുടങ്ങി എന്നെ ചെയ്യാനാണ്, തല്ലിക്കൊല്ലാരോക്കൂ, നമുക്കത് ബലാത്കാരം ചെയ്യാനൊക്കെ. നമ്മളവനെ ആദരിക്കുന്നത് കൊണ്ട്, അവൻ്റെ ആളത്വത്തെ ആദരിക്കുന്നതുകൊണ്ട് അവൻ എത്ര മത്സരിച്ചാലും നമ്മളത് അങ്ങ് ഉൾക്കൊള്ളുകയാണ്. അങ്ങനെ ഉൾക്കൊള്ളുക. പക്ഷേ അങ്ങ് വിഷമിച്ചു പോവുകയല്ലേ. ചില മക്കളെക്കുറിച്ച് അമ്മയപ്പന്മാർ വിഷമിക്കുന്ന കാണാം. അവരങ്ങ് വിഷമിച്ചു പോവുകയാണ്. കാര്യം മത്സരിയുടെ മുമ്പിൽ മത്സരിച്ചാൽ എന്നാ ചെയ്യാനൊക്കും. 2 ഇച്ഛാശക്തികൾ തമ്മിലുള്ള ക്ലാഷ് ആണ് ഈ മത്സരമെന്ന് പറയുന്നത്. ഒന്ന് ആഗ്രഹിക്കുന്നു, മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ഞാൻ നേടണം. ഇന്നും അതല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവൻ പാപപരിഹാരത്തിന് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുക. ദൈവം പറയുന്നു, എൻ്റെ കുഞ്ഞെ, നിന്നെ കൊണ്ട് ഒക്കില്ല. അതെ, സകല നന്മയും നിനക്കാ കിട്ടും. നീ ഈ അത്യധ്വാനം കഴിക്കുന്ന അതിന് നീ ഉപയോഗിക്കുന്ന നിൻ്റെ ശരീരവും എൻ്റേതാടാ കുഞ്ഞെ. നീ പിന്നെ എന്നിൽ നിന്ന് മാറി നിന്ന് നീ എന്നാ മത്സരം കാണിക്കാനാ? നിന്റെ കഴിവുകൾ മുഴുവൻ ഞാൻ നിനക്ക് തന്നതാ. സകല നന്മയുടെ ഉറവിടം ഞാൻ തന്നെയാ. നീ എൻ്റെ വകയാ. ഞാൻ നിന്നെ നീ ആയിരിക്കുന്ന പോലെ സൃഷ്ടിച്ചതാ. ഇന്നും നിന്റെ ജീവനിശ്വാസവും എൻ്റെ നിയന്ത്രണത്തിലായതുകൊണ്ട് നീ ജീവിക്കുന്നു. നിനക്ക് തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ഞാൻ തന്നതാ. നിന്നെ എനിക്ക് വേണ്ടി ഒന്ന് ഏൽപ്പിച്ചു തരിക. സമ്പൂർണ്ണ സമർപ്പണമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. കഠിനപ്പെടരുത്, നമ്മൾ മത്സരിക്കരുത്. ചിലപ്പോഴൊക്കെ ചിലരൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കണമെന്ന്, പോരാടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ അതെങ്ങനെ ശരിയാകുന്നത് എന്ന് പറഞ്ഞാൽ തന്നേ തീരൂ, കൊണ്ടേ പോകുന്നോ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഉപവാസം എടുക്കുന്നവരെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. പേടിച്ച് പ്രാർത്ഥിച്ച് മേടിച്ചു എന്നൊക്കെ. എൻ്റെ പുനഃസൗരങ്ങളെ, ബൈബിള് പഠിപ്പിക്കുന്ന അടിസ്ഥാന പ്രമാണത്തിന് ചേരുന്നതല്ല ആ നിലപാട്. ദൈവവചനത്തിൻ്റെ അടിസ്ഥാന പ്രമാണത്തിന് ചേരുന്നതല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സമർപ്പണമാണ്, ദൈവഹിതത്തിനായി ഏൽപ്പിച്ചു കൊടുക്കലാണ്. അത് കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു. ഗെത്സമനയിൽ കർത്താവ്, പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രമെങ്കിൽ നീങ്ങിപ്പോകണം, എങ്കിലും എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം. സ്തോത്രം. നമ്മൾ ഓരോ പ്രാർത്ഥനയോടും കൂടി അതാണ് പ്രാർത്ഥിക്കേണ്ടത്. എൻ്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടമാകട്ടെ. അതെ, നമ്മൾ ഒരിക്കലും കഠിന ഹൃദയന്മാരാകരുത്, മത്സരികളാകരുത്, പിടിവാശിക്കാരാകരുത്, മർക്കടമുഷ്ടി ഉണ്ടാകരുത്. സ്തോത്രം. ഉരുകിയൊരു മനസ്സ്, നുറുങ്ങിയ ഹൃദയം, സമ്പൂർണ്ണ വിധേയത്വം. സ്തോത്രം. അതാണ് ദൈവം നമ്മൾ ഇന്ന് ആഗ്രഹിക്കുന്നത്. അത് അടുത്ത് കണ്ടില്ലേ, ശേഷമുള്ളവരെ കഠിനപ്പെട്ടിരിക്കുന്നു. ഈ കഠിനപ്പെട്ടിരിക്കുന്നതിൻ്റെ കാര്യമോ കണ്ടില്ലേ? ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു. ഇവിടെയും പിന്നെയും പൗലോസ് പഴയ നിയമത്തിൽ നിന്ന് ഉദ്ധരിക്കുകയാണ്. ദൈവം ഇന്നുവരെയും അവർക്ക് ഗാഢനിദ്രയും. യെശയ്യാവിൻ്റെ പ്രവചനത്തിൽ നിന്നുള്ള ഒരു ഉദ്ധരണിയാണ് നമ്മളിവിടെ കാണുന്നത്. യെശയ്യാവിൻ്റെ പ്രവചനം 29-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യമാണ് പൗലോസ് ഇവിടെ ഉദ്ധരിക്കുന്നത്. 29-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, യഹോവ ഗാഢനിദ്ര നിങ്ങളുടെ മേൽ പകർന്ന് നിങ്ങളുടെ കണ്ണുകളെ അടച്ചിരിക്കുന്നു. അവൻ പ്രവാചകന്മാർക്കും നിങ്ങളുടെ ദർശകന്മാരായ തലവന്മാർക്കും മൂടുപടമിട്ടിരിക്കുന്നു. കാണാത്ത കണ്ണ്, അടച്ചിരിക്കുന്ന കണ്ണ്. യഹോവ ഗാഢനിദ്ര നിങ്ങൾക്ക് വരുത്തിയിരിക്കുക.
അടുത്തത് പിന്നെയും അതുതന്നെ ആവർത്തന പുസ്തകം 29-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യവും അവിടെ തന്നെ പൗലോസ് ഉദ്ധരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. ആവർത്തന പുസ്തകം അതിൻ്റെ 29-ാമത്തെ അധ്യായം, ആവർത്തന പുസ്തകം 29-ാമത്തെ അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യം. എങ്കിലും തിരിച്ചറിയുന്ന ഹൃദയവും കാണുന്ന കണ്ണും കേൾക്കുന്ന ചെവി യഹോവ നിങ്ങൾക്ക് ഇന്നുവരെയും തന്നിട്ടില്ല. തൊട്ട് മേളിൽ പറയുന്നപ്പോൾ നിങ്ങൾ കണ്ണാലെ കണ്ട, 2-ാം വാക്യം, നിങ്ങൾ കണ്ണാലെ കണ്ട വലിയ പരീക്ഷകളും അടയാളങ്ങളും മഹാത്ഭുതങ്ങളും തന്നെ എങ്കിലും തിരിച്ചറിയുന്ന കണ്ടോ. 40 വർഷം മരുഭൂമിയിൽ നടന്നപ്പോൾ എത്ര അത്ഭുതങ്ങളാണ് അവർ കണ്ടത്. അവരുടെ മുമ്പിൽ കടൽ വഴി പിരിഞ്ഞത് കണ്ടതാ, കടൽ വഴി പിരിഞ്ഞത്. മരുഭൂമിയിൽ ദൈവത്തിൻ്റെ മേഘം അവരെ ചുഴന്ന് നിന്ന് ആ മേഘത്തിൽ നിന്ന് എന്നും അതാത് ദിവസത്തേക്ക് വേണ്ടുന്ന റേഷൻ മന്ന അവർക്ക് ഇട്ടുകൊടുത്തതാണ്. സാധാരണഗതിയിൽ അത് അല്പം പിറ്റേ ദിവസത്തേക്ക് മിച്ചം വെച്ചിരുന്നാൽ അത് പുഴുത്ത് ക്രമിച്ച് നാറും. എന്നാൽ ശബത്ത് ദിവസം അത് വരിയില്ല എന്നുള്ളതുകൊണ്ട് വെള്ളിയാഴ്ച ശേഖരിക്കുന്ന ഭക്ഷണം ഇരുന്നാൽ ഡീപ് ഫ്രീസറിൽ വെച്ച പോലെ ഇരിക്കും, നന്നായിരിക്കും. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതെല്ലാം അവർ എന്നും അത് വല്ലപ്പോഴും കാണിക്കുക, ഡെയിലി എന്നും കണ്ടുകൊണ്ടിരിക്കുക, എന്നും കണ്ടുകൊണ്ടിരിക്കുക. ചുട്ടുപഴുത്ത പാറയെ അടിച്ചപ്പോൾ കുളിർന്ന് വെള്ളം ഒഴുകിയതൊക്കെ അവർ കണ്ടതാണ്. മിസ്രൈമ്യ സൈന്യത്തെ ചെങ്കൽ തള്ളിയെടുത്ത ഇതെല്ലാം കണ്ടതാണ്. ഇതെല്ലാം കണ്ടിട്ടും അവർക്ക് ദൈവം കൊടുക്കാഞ്ഞത് കൊണ്ട് കാണാത്ത കണ്ണായി, കാണുന്ന കണ്ണില്ല. കണ്ടില്ലേതാ ദൈവം അവർക്ക് ഇന്നുവരെ ഗാഢനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. പ്രിയ ദൈവമക്കളെ, ദൈവം കൃപ തന്നെങ്കിലേ ഉള്ളൂ, ദൈവം കരുണ കാണിച്ചെങ്കിലേ ഉള്ളൂ. എത്ര മത്സരികളായി പോയാലും ദൈവം അവരെ പിന്നെയും സ്നേഹിക്കുന്നുണ്ട്, കരുതുന്നുണ്ട്. എന്നാൽ ദൈവം ഹൃദയകാഠിന്യത്തിന് ഏൽപ്പിച്ചാൽ പിന്നെ പ്രിയപ്പെട്ടവരെ നമുക്കൊന്നും അതിൻ്റെ മുമ്പിൽ ചെയ്യുവാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നമുക്ക് ദൈവത്തിൽ വിശ്വസിക്കാൻ പോലും ദൈവം കൃപ നൽകിയിരിക്കുന്നത്. ഇവിടെ പെട്ടെന്ന് ന്യായമായിട്ട് ഒരാളിന് ചോദിക്കാൻ സാധ്യതയാണ്, അപ്പോൾ ദൈവം കാണാത്ത കണ്ണ് കൊടുത്തേച്ച് മൂടുപടം ഇട്ടേച്ച് കണ്ണടച്ച് കളഞ്ഞേച്ച് ഗാഠനിദ്ര കൊടുത്തേച്ച് എന്ന് പറഞ്ഞാൽ അനസ്തീഷ്യ കൊടുത്ത പോലെ ഗാഠനിദ്ര കൊടുത്തേച്ച് തിരിച്ചറിയാതിരിക്കാനുള്ള പ്രവൃത്തി ദൈവം അവരുടെ ചെയ്തേച്ച് പിന്നെ തിരിച്ചറിഞ്ഞില്ല എന്ന കാരണത്താൽ അവരെ ശിക്ഷിക്കുന്ന നീതിയാണോ എന്ന് ചോദിക്കും. ദൈവം ഒരിക്കലും അന്യായം ചെയ്യുന്നവനല്ല. ഏറ്റവും ക്ലാസിക് എക്സാമ്പിളായി എല്ലാവരും എടുത്തു കാണിക്കുന്നതാണല്ലോ ഫറവോൻ്റെ അനുഭവം. ഫറവോൻ്റെ ഹൃദയം ദൈവം കഠിനമാക്കി വെച്ച് പിന്നെ അവനെ ശിക്ഷിച്ചു. നമ്മളത് കാണുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. എന്നാൽ നിങ്ങളൊരു കാര്യം മറക്കരുത്, ദൈവം ആദ്യം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കിയിരുന്നില്ല. അതാണ് പുറപ്പാട് പുസ്തകം അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുമ്പോൾ 2 പോലെ വായിക്കുമ്പോൾ, അതിന് ഫറവോൻ ഇസ്രായേലിനെ വിട്ടയപ്പാണ്ടക്കൊണ്ട് ഞാൻ യഹോവയുടെ വാക്ക് കേൾക്കേണ്ടതിന് അവനാർ, ഞാൻ യഹോവയെ അറിയില്ല, ഞാൻ ഇസ്രായേലിനെ വിട്ടയക്കുകയുമില്ല എന്ന് പറഞ്ഞു. കണ്ടോ, ആദ്യം അവൻ്റെ ഹൃദയം കഠിനമാക്കിയിരുന്നില്ല. മോശ ചെന്ന് മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എൻ്റെ ജനത്തെ വിട്ടയക്കണം, എന്നിപ്രകാരം ഇസ്രായേലിലെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പം ആരായി ദൈവം? ഞാനറിയില്ല, പൊക്കോ, വിട്ടയക്കില്ല. അപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമായിരുന്നില്ല. മാത്രമല്ല ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുതൽ ഇവന്മാരും മടിയന്മാരായതുകൊണ്ട് അതുകൊണ്ട് അവരുടെ വേല കഠിനമാകട്ടെ, ഉത്സവമായിരിക്കാൻ പോകണമെന്ന് കഠിനമാകട്ടെ വേല, വൈക്കോല് കൊടുക്കരുത്, തങ്ങൾ തന്നെ പോയി താളടി ശേഖരിച്ച്, ഇഷ്ടികയുടെ എണ്ണം കുറയ്ക്കാനും പാടില്ല. ഇഷ്ടികയുടെ താളടി ശേഖരിക്കാൻ ദേശത്ത് മുഴുവൻ ക്ഷേത്രം നടന്നു. തിരിച്ചു വന്നപ്പോഴത്തേന് നേരം പോകുന്നതിന് മുമ്പ് എണ്ണം തയ്ക്കാനൊത്തില്ല. അടി പ്രമാണിമാരെ അടിച്ചു. എന്തിയെ ഇഷ്ടിക എന്താ ഇന്നലെന്താ വെച്ചില്ല, ഇന്നും തകച്ചില്ല, പുറന്നിടുക, അടിയാ, കഷ്ടപ്പെടുക. അവർ ചെന്ന് ഫറവോനോട് നിലവിളിച്ചു. അയ്യോ, അന്ന് ഫറവോൻ ജനത്തിലെ ഊഴി വിചാരന്മാരോടും പ്രമാണികളോടും കൽപ്പിച്ചത് എന്തെന്നാൽ ഇഷ്ടിക ഉണ്ടാക്കുവാൻ ജനത്തിന് മുമ്പിലത്തെ പോലെ ഇനി വൈക്കോൽ കൊടുക്കരുത്, അവർ തന്നെ പോയി വൈക്കോൽ ശേഖരിക്കട്ടെ, എങ്കിലും ഇഷ്ടികളുടെ കണക്ക് മുമ്പിലത്തെ പോലെ തന്നെ അവരുടെ മേൽ ചുമത്തേണം. കണ്ടോ, ഇനിയും നമ്മൾ 15-ാം വാക്യം വായിക്കുമ്പോൾ, അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ പ്രമാണികളിൽ നിന്ന് ഫറവോനോട് നിലവിളിച്ചു, അടിയങ്ങളോട് ഇങ്ങനെ ചെയ്യുന്നത് എന്ത്? അടിയങ്ങൾക്ക് വൈക്കോൽ തരാതെ ഇഷ്ടിക ഉണ്ടാക്കുകയെന്നവർ പറയുന്നു, അടിയങ്ങളെ തല്ലുന്നു, അത് നിന്റെ ജനത്തിന് പാപമാകുന്നു. മറുപടി എന്താ? അതിന് അവൻ, മടിയന്മാരാകുന്നു നിങ്ങൾ, മടിയന്മാർ, അതുകൊണ്ട് ഞങ്ങൾ പോയി യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് നിങ്ങൾ പറയുന്നു. പോയി വേല ചെയ്യുവീൻ, വൈക്കോൽ തരികയില്ല, ഇഷ്ടിക കണക്ക് പോലെ ഏൽപ്പിക്കണം താനും. കഠിനമായി. ഇത് കഴിഞ്ഞപ്പോഴാണ്
7-ാം അധ്യായം വരുമ്പോഴാണ് ദൈവം ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കുന്നത്. 7-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ ദൈവം പറയുക, എന്നാൽ ഞാൻ ഫറവോൻ്റെ ഹൃദയം കഠിനമാക്കും. ആക്കിയിരിക്കുന്നു എന്നല്ല, ആക്കും. പിന്നെ ചെയ്യാൻ പോകുന്ന കാര്യമാണ്. ഫസ്റ്റ് ചോയ്സ് വാസ് ഗിവൻ ടു ദം. ഫറവോന് കൊടുത്തിരിക്കുകയായിരുന്നു. ആദ്യത്തെ ചോയ്സ് ഫറവോന് കൊടുത്ത, അവൻ സ്വന്തം തീരുമാനപ്രകാരം ഹൃദയം കഠിനമാക്കി. പ്രിയമുള്ളവരെ, ഒരുവനെ നന്നായി അറിയുന്ന ദൈവം, അവൻ്റെ ആളത്വത്തിൻ്റെ എല്ലാ തന്തുക്കളും അറിയുന്ന ദൈവം, അവൻ ആരാണെന്നും എങ്ങനെയാകുമെന്നും അവൻ്റെ താല്പര്യം എന്താണെന്നും ഒരു വ്യക്തിപരമായ ഫിലോസഫി, തത്വശാസ്ത്രം എന്താണെന്നും അവൻ്റെ മോട്ടീവ്, അവൻ്റെ താല്പര്യങ്ങൾ എന്താണെന്നും ഒക്കെ നന്നായി അറിയുന്ന ദൈവം ഇവൻ എങ്ങനെയാകുമെന്നും നേരത്തെ അറിയുന്നുണ്ട്. എന്താകണം എന്ന് വിധിച്ചിട്ടില്ല, എന്താകുമെന്ന് നേരത്തെ അറിയുന്നു. അതാ മുന്നേ അറിവാണ്. ആ അറിവിനനുസരിച്ചാണ് തിരഞ്ഞെടുപ്പ്. നോക്കണേ, അപ്പോൾ ഇവനെ ഒരിക്കലും ഇവൻ ശരിയാവുകയില്ല. ഇവൻ സ്വാർത്ഥതയിൽ സ്വാർത്ഥനാണ്. ഇവൻ ദൈവത്തെക്കുറിച്ച് താല്പര്യമുള്ളവനാണ്. അവൻ ദൈവത്തെ വിളിക്കുന്ന പോലും സ്വന്തം കാര്യം നേടാൻ വേണ്ടി, ലൗകിക ജഡിക സുഖങ്ങളിൽ മുന്നേറാൻ വേണ്ടി മാത്രമാണ് അവൻ ദൈവത്തെ വിളിക്കുന്നതെന്നുള്ള ആ സത്യം അറിയുന്ന സർവജ്ഞാനിയായ ദൈവം ചിലപ്പോൾ അവൻ ആ സ്വതന്ത്രമായ ഇച്ഛാശക്തി ആദ്യം കൊടുക്കും. പിന്നെ അവനിലൂടെ തൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ടതിനും തൻ്റെ കാര്യപരിപാടിക്ക് അവനെ ഉപയോഗിക്കേണ്ടതിനും ചിലപ്പോൾ അവൻ്റെ ഹൃദയം കഠിനമാക്കും. പിന്നെ കഠിനമാക്കിയാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. അതാ ഫറവോനിൽ സംഭവിച്ചത്. ഇസ്രായേൽ മക്കൾക്ക് ഈ അത്ഭുതങ്ങളെല്ലാം കാണിച്ചു കൊടുക്കണം. ഈ അത്ഭുതങ്ങൾ കാണിച്ചു കൊടുത്തെങ്കിൽ മാത്രമേ ഇസ്രായേൽ യഹോവയാണ് സത്യദൈവം എന്നുള്ളത് അംഗീകരിക്കുകയുള്ളൂ. കാര്യം നൂറ്റാണ്ടുകളായി മിസ്രയിൽ അടിമകളായി കിടക്കുക. അവരുടെ ഏമാന്മാരുടെ, അവരുടെ യജമാനന്മാരുടെ ദൈവമാണ് ഇവരുടെ ദൈവത്തെക്കാൾ വലിയവനെന്ന ചിന്ത സ്വാഭാവികമായി നമ്മുടെ ഹൃദയത്തിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ടാകും. നൈൽ നദിയെ ദേവനായി കാണുന്നവർ, പേനിനെ ദേവനായി കാണുന്നവർ, മൃഗങ്ങളെ ദേവനായി കാണുന്നവർ, നോക്കണേ, വെളിച്ചത്തെ ദേവനായി കാണുന്നവർ, ഇങ്ങനെയുള്ള ഒത്തിരി ദേവീദേവന്മാരെ ആരാധിക്കുന്ന മിസ്രൈമ്യരുടെ നടുവിൽ അവർ സേവിക്കുന്ന ദൈവമാണ് തങ്ങളുടെ ദൈവത്തെക്കാൾ വലിയവനെന്നും അവരെ എത്ര സുഖമായി ജീവിക്കുന്നു, ഞങ്ങളിവിടെ അടിമകളായി കഷ്ടമനുഭവിക്കുന്നു എന്നുമുള്ള ചിന്ത സ്വാഭാവികമായി വന്നിട്ടുണ്ടാവും. എന്നാൽ അവർ സേവിക്കുന്ന ദൈവമല്ല, സത്യദൈവമാണ് അവരെ വിളിക്കുന്നതെന്നുള്ളത് ഇസ്രായേലിനെ ഒന്ന് ബോധ്യപ്പെടുത്തേണ്ടതിന്, ഇസ്രായേലിന് ആ തിരിച്ചറിവ് നൽകേണ്ടതിന് ഫറവോനെ ഹൃദയം കഠിനമാക്കി കുറേ നേരം ഇവിടെ നിർത്തി. ഒന്നാമത് തന്നെ ആ ചാൻസ് കൊടുത്തു. അവന് ഹൃദയം കഠിനമാക്കാൻ തീരുമാനിച്ചു, ഇസ്രായേലിനെ കഷ്ടപ്പെടുത്താൻ തീരുമാനിച്ചു. അവൻ എത്ര സ്വയം ഹൃദയം കഠിനമാക്കിയത് കൊണ്ടാണ് ഇസ്രായേലിനോട് അത്ര അന്യായമായി പ്രവർത്തിക്കുക. അവർ ചെന്ന് നിലവിളിച്ചിട്ട് അവരെ ആട്ടി പുറത്താക്കിയില്ലായിരുന്നോ? പ്രിയ ദൈവമക്കളെ, സ്തോത്രം. ആരോടും ദൈവം അന്യായം ചെയ്യുന്നില്ല. ആരോടും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്, സ്വതന്ത്രമായ ഇച്ഛാശക്തി തന്നിട്ടുണ്ട്. നിങ്ങൾ ആവർത്തിച്ച് ആ ഇച്ഛാശക്തി ഉപയോഗിച്ച് ദൈവത്തോട് മത്സരിക്കാനാണ് ഭാവമെങ്കിൽ ഈ അനുഭവം ഉണ്ടാകും. കണ്ടോ, ദൈവം അവർക്ക് ഇന്നുവരെ ഗാഠനിദ്രയും കാണാത്ത കണ്ണും കേൾക്കാത്ത ചെവിയും കൊടുത്തു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. അവരുടെ മേശ അവർക്ക് കണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതോണം ഇരുണ്ടു പോകട്ടെ. അവരുടെ മുതുക് എല്ലായ്പ്പോഴും കുനിയിക്കണമേ എന്ന് ദാവീദ് പറയുന്നു. 69-ാം സങ്കീർത്തനത്തിൽ നിന്നുള്ള ഉദ്ധരണിയാണ് പൗലോസ് ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അതൊരു മശിഹൈക സങ്കീർത്തനമാണ്. 69-ാമത്തെ സങ്കീർത്തനം മശിഹൈ, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ആ സങ്കീർത്തനത്തിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ മശിഹൈ സങ്കീർത്തനത്തിലെ 69-ാം സങ്കീർത്തനത്തിൽ നിന്ന് കർത്താവ് ഇവിടെ പൗലോസ് ഉദ്ധരിച്ചിരിക്കുകയാണ്. അതിൻ്റെ 22-ാമത്തെ വാക്യം, 69-ന്റെ 22 ഇവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. അവരുടെ മേശ അവരുടെ മുമ്പിൽ കണിയായും അവർ സുഖത്തോടിരിക്കുമ്പോൾ കുടുക്കായി തീരട്ടെ. അവരുടെ കണ്ണ് കാണാതോണം ഇരുണ്ടു പോകട്ടെ. അവരുടെ അര എപ്പോഴും ആടുമാറാക്കണമേ. നിൻ്റെ ക്രോധം അവരുടെ മേൽ പകരണമേ. നിൻ്റെ ഉഗ്രഹവും അവരെ പിടിക്കുമാറാകട്ടെ. അവരുടെ വാസസ്ഥലം ശൂന്യമായി പോകട്ടെ. ഇതൊക്കെ പ്രവചനമായിട്ട് പിന്നെ നടന്നത് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു മശിഹൈക സങ്കീർത്തനമാണ്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെ ആ സങ്കീർത്തനത്തിൽ നിന്ന് ഉദ്ധരിച്ചു. അവർ വെറുതെ എന്നെ ദ്രോഹിക്കുന്നു എന്ന് പൗലോസ് ആ സങ്കീർത്തനത്തിൽ ഇവിടെ ഉദ്ധരിക്കുകയാണ്. അവരുടെ മേശ അവർക്ക് കെണിയും കുടുക്കും ഇടർച്ചയും പ്രതികാരവുമായി തീരട്ടെ. സ്വയം മത്സരികളായി ദൈവം കൊടുക്കുന്ന അവസരങ്ങളെ അവഗണിച്ച് ഹൃദയകാഠിന്യത്തിന് തങ്ങളെ തന്നെ ഏൽപ്പിച്ച് കളഞ്ഞാൽ പിന്നെ നീക്കുപോക്കില്ലാതെ നശിച്ചു പോകും. സ്തോത്രം. ഈ കല്ലിന്മേൽ ആരെങ്കിലും വീണാൽ അവൻ തകരും. എന്നാൽ ഈ കല്ല് അവൻ്റെ മേൽ വീഴുവാൻ ഇടയായാലോ അവനെ ധൂളിപ്പിക്കും. അതാണ് പറഞ്ഞിരിക്കുന്നത്.
എൻ്റെ പ്രിയ സഹോദരങ്ങളെ, പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ, സ്തോത്രം, സകലത്തെ നിയന്ത്രിക്കുന്ന പരിശുദ്ധ ദൈവത്തിൻ്റെ തിരുമുമ്പിൽ നമ്മളുടെ ഹൃദയം താഴ്ത്തി കൊടുക്കുകയല്ലാതെ മത്സരിക്കുവാൻ നമ്മൾ ഒരിക്കലും മുതിരരുത്. കർത്താവെ, എനിക്ക് ചിലർ പറയുന്നുണ്ട്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവം എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ, അങ്ങനെയാണെങ്കിൽ ഞാനിതനുസരിക്കാം. സ്നാനം, ഞാൻ എത്ര നാൾ ഉപയോഗിച്ച് പ്രാർത്ഥിക്കാം, സ്നാനം ആവശ്യമാണെന്നുണ്ടെങ്കിൽ എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ, എനിക്ക് ദർശനം തരട്ടെ. മത്സരിച്ച് പറയുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ ഒരു കാര്യം, ഇതിനേക്കാൾ കൂടിയൊരു സമർപ്പണം എൻ്റെ ജീവിതത്തിൽ ആവശ്യമുണ്ട് എന്ന് ദൈവം ആഗ്രഹിക്കുന്നത്, എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ, എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ. ഇങ്ങനെ മത്സരിക്കുന്ന ധാരാളം പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. ആഭരണം എന്ന വിഷയത്തിലൊക്കെ മുമ്പിൽ പറഞ്ഞു, എനിക്ക് വെളിപ്പെടുത്തി തരട്ടെ, രക്ഷിക്കപ്പെട്ട് ഞാൻ നോക്കട്ടെ, പിന്നെ അത് വേണ്ടാന്ന് എനിക്ക് ദൈവം വെളിപ്പെടുത്തി തരട്ടെ. പിന്നെ ഇങ്ങനെ മത്സരിക്കുന്ന ഒത്തിരി പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. സൗരങ്ങളെ, മത്സരിക്കരുത്. സമ്പൂർണ്ണ സമർപ്പണം. ഞാൻ പറഞ്ഞല്ലോ, ഉരുകിയ മനസ്സ്, തകർന്ന ഒരു ഹൃദയം, വിധേയപ്പെടുത്തി കൊടുക്കുന്ന ഒരു മനോഭാവമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. കണ്ടില്ലേ? അല്ലെങ്കിൽ എന്തു പറ്റും? അവരുടെ മേശക്കെണിയാകും. മേശ എന്നൊക്കെ പറയുമ്പോഴത്തേനും അവിടെ അനുഗ്രഹമാണ്. പക്ഷേ അവരെ അനുഗ്രഹമെന്ന് വിചാരിക്കുന്നത് അവർക്ക് എന്തായി പോവും? കെണിയായിപ്പോയെന്ന് വരും. പ്രിയ ദൈവമക്കളെ, അതുകൊണ്ട് ദൈവത്തിൽ നിന്നാണ് നാം ഇതെല്ലാം അനുഭവിക്കുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ്, ഒരു അംഗീകാരം നമുക്കുണ്ടാകണം. ആ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ നമ്മൾ സമ്പൂർണ്ണമായി വിധേയപ്പെടുന്നത് ദാവീദ് പറയുന്നു. എന്നാൽ അടുത്ത കണ്ടില്ലേ, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടേറിയത് എന്ന് ഞാൻ ചോദിക്കുന്നു, ഒരു നാളുമല്ല. രണ്ടാമത്തെ ചോദ്യം, ഈ 15-ാം അധ്യായത്തിലെ രണ്ടാമത്തെ ചോദ്യം. ഒന്നാമത്തെ ചോദ്യം, ദൈവം തൻ്റെ ജനത്തെ തള്ളിക്കളഞ്ഞോ? ഇല്ല. രണ്ടാമത്തെ ചോദ്യം ഇവിടെ ചോദിക്കുക, എന്നാൽ അവർ വീഴേണ്ടതിനോ ഇടറിയത്. കാല് തട്ടി ഇങ്ങനെ പോവുക, വീഴാനല്ല, ചില വീഴാതെ രക്ഷപ്പെടും. വീഴേണ്ടതിനോ ഇടറിയത്, അവിടെ ഇടറി, പക്ഷെ അവർ വീഴേണ്ടതിനല്ല. ഒരു ശേഷിപ്പുണ്ട്. ആ ശേഷിപ്പിനെ ദൈവം മുൻകണ്ടതാണ്, ദൈവം മുന്നറിഞ്ഞതാണ്, ദൈവം തിരഞ്ഞെടുത്തതാണ്. അതുകൊണ്ട് ഇസ്രായേലിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടില്ല എന്നുള്ള ആ സത്യം പൗലോസ് ഇവിടെ വ്യക്തമാക്കിയാണ്. എന്നിട്ട് തുടർന്ന് ഇസ്രായേലിൻ്റെ ഇന്നത്തെ അവസ്ഥയും അവരുടെ ഭാവി സംബന്ധമായുള്ള ദൈവിക കാര്യപരിപാടിയെ സംബന്ധിച്ചും പൗലോസ് വെളിപ്പെടുത്തും നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ ഭാഗത്തുനിന്ന് ഇസ്രായേൽ നമുക്ക് മുമ്പിൽ ഒരു സാധന പാഠമായി നിൽക്കുന്നു. ഇസ്രായേൽ ഒരു സാധന പാഠമാണ്. അതാണല്ലോ കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ ആവർത്തിച്ച് വായിക്കുന്നു. അവർ മത്സരിച്ചു. എത്ര പ്രിയജനമായിരുന്നിട്ടും, ദൈവത്തിൻ്റെ സ്വന്തം ജനമായ, ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പേരുകൊണ്ട് അബ്രഹാമിൻ്റെ തലമുറയായിട്ടും, ദൈവം അവരോട് വാഗ്ദത്തം ചെയ്തതായിട്ടും ദൈവം അവരുടെ മത്സരം, ആവർത്തിച്ചുള്ള മത്സര നിമിത്തം അവരെ തള്ളിക്കളഞ്ഞെങ്കിൽ, പ്രിയമുള്ളവരെ, സ്തോത്രം, സ്വാഭാവികവും ദൈവം ആദരിക്കാതെ പോയെങ്കിൽ നമ്മളെയും ആദരിക്കാതെ ഒരു താഴെ പറയുന്നുണ്ട്. അവിടെ നമ്മൾ മത്സരികളാകരുത്. നമ്മുടെ ഹൃദയം ദിവസം ഒന്ന് താഴ്ത്തി കൊടുക്കുമോ? കർത്താവേ, അടിയൻ എന്തു വേണം എന്ന് ചോദിക്കുന്ന ഒരു മനോഭാവമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഇതും കൂടെ വേണോ ദൈവമേ, വേണമെങ്കിൽ നീ എനിക്കൊന്ന് വെളിപ്പെടുത്തി താ എന്നല്ല. അടിയൻ എന്തു വേണം, ആ മനോഭാവമാണ്. മത്സര മനോഭാവമാകരുത്. ഹൃദയം കഠിനമാക്കരുത്. ലോകത്തിന് മുമ്പിൽ സത്യദൈവത്തിൻ്റെ സാക്ഷികളായി ദൈവം ഇന്നും അവരെ നിർത്തിയിരിക്കുന്നു. നമ്മളെ അങ്ങനെ നിർത്തട്ടെ. നമ്മൾ എവിടെയായിരിക്കുന്നു അവിടെ, സ്തോത്രം, ഇവൻ വിശ്വസിക്കുന്നത് സത്യദൈവത്തെയാണ്. ആ ഒരു ബോധ്യം നമ്മുടെ ചുറ്റുപാടുള്ളവർക്ക് ലഭിക്കുവാൻ ഇടയാകത്തക്കതുപോലെ നമുക്കങ്ങനെ മാതൃകയായി ജീവിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗപിതാവേ, ഫറവോനെ ദൈവം ആദ്യം അവസരം കൊടുത്തെങ്കിലും അവൻ ഹൃദയം കഠിനമാക്കി തിരുമേനിയോട് മത്സരിച്ചതുകൊണ്ട് തിരുമേനി അവൻ്റെ ഹൃദയം കഠിനമാക്കി അവനിലൂടെ അവിടുത്തെ പ്രവൃത്തി നിവർത്തിച്ച് ഞങ്ങൾ അറിയുന്നു. അതുപോലെ ഇസ്രായേലും ഹൃദയം കഠിനമാക്കി അതിലൊരു ശേഷിപ്പ് മാത്രം ഉദ്ധരിക്കപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളാരും മത്സരികളാകാനിടയാകരുത്. പൂർണ്ണമായും തിരുസന്നിധിയിൽ ഞങ്ങളെ സമർപ്പിക്കുന്ന അനുഭവം ഞങ്ങളുടെ ജീവിതത്തിൽ തരണമേ. സ്തോത്രം. അങ്ങയിൽ നിന്നാണ് ഞങ്ങൾ സകല നന്മകളും അനുഭവിക്കുന്നത്. അത് അംഗീകരിക്കുവാൻ കൃപ തരണം. കേൾവിക്കാരായ പ്രിയ സഹോദരങ്ങളെല്ലാവരെയും അവിടുന്ന് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ.